ഓപ്പറേഷൻ തുഫാൻ അരങ്ങ് തകർക്കുകയാണ്. നന്നായി മുന്നേറുകയാണ്. സമൂഹത്തിൽ ആഴ്ന്നിറങ്ങുകയാണ് ഓപ്പറേഷൻ തുഫാൻ. പെരുമ്പാവൂരിൽ 16 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ ആയുഷ് വമ്പൻ സ്രാവെന്ന് പോലീസ് പരിശോധന. ബാല്യമാഫിയക്കെതിരെയുള്ള പോരാട്ടമാണ്. അത് നമ്മൾ വിജയിക്കും. കേരളത്തെ രക്ഷിക്കും. അതിന് കേരള പോലീസ് കോൺസ്റ്റബിൾ മുതൽ DGP വരെ സജീവമായി രംഗത്ത് പ്രവർത്തിക്കാം. പരിശോധനകളിൽ നിന്നും രക്ഷപ്പെടാൻ പോലീസ് ഉദ്യോഗസ്ഥൻ താമസിക്കുന്ന ഫ്ളാറ്റിൽ തന്നെ ഇയാൾ താമസിച്ചു. ആയുഷ് പെരുമ്പാവൂരിലെ ഫ്ളാറ്റിൽ താമസം തുടങ്ങിയത് ഒരാഴ്ച മുൻപാണ്. വളരെ ശാന്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കേരളത്തിനെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കഞ്ചാവിൻ്റെയും മയക്കുമരുന്ന് മാഫിയുടെയും കരങ്ങളിൽ എത്തിച്ചതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് മുൻപ് ഭരിച്ച സർക്കാരിന് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഒടുവിൽ പോലീസിനെ വെട്ടിക്കാനുള്ള ശ്രമം പാളുകയായിരുന്നു. സംസ്ഥാന വ്യാപക വേരുകളുള്ള ലഹരി റാക്കറ്റിനെ നിയന്ത്രിച്ചിരുന്നത് അങ്കമാലി, കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള സംഘങ്ങളെന്നും ബാങ്കോക്കിൽ ചൈനീസ് ലഹരി റാക്കറ്റിന്റെ മുഖ്യ കണ്ണികളായി പ്രവർത്തിക്കുന്നത് മലയാളികളാണെന്നുമാണ് പുറത്തുവരുന്ന വിവരം. സത്യത്തിൽ കേരളത്തിൽ മാത്രം തീരുന്നതല്ല ഈ റാക്കറ്റ്. ഇത് വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ഈ റാക്കറ്റുകൾ വ്യാപിച്ചിട്ടുണ്ട്. ലക്ഷങ്ങളുടെയും കോടികളുടെയും കഞ്ചാവ് വിറ്റ് കിട്ടിയ കാശുകൊണ്ട് ലക്ഷങ്ങളുടെ ആഡംബര കാറിലാണ് ഇവർ ഉല്ലസിച്ചിരുന്നത്. എന്നിട്ട് നമ്മുടെ മുന്നിൽ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇവർ കോടീശ്വരന്മാരായി ജീവിക്കുകയും ചെയ്യുന്നു. ഇവൻ്റെ മുഖഭാവം കണ്ടാലറിയാം ഇവന് നിയമത്തിന് ഒരു ഭയവുമില്ലെന്ന്. പോലീസ് സേനയ്ക്ക് ഒരു ധൈര്യം എന്താണ് താങ്കൾ കൊടുക്കുന്നത്? കാരണം വലിയ മാഫിയക്കെതിരെയാണ് താങ്കൾ പോരാടുന്നത്. ബാല്യമാഫിയക്കെതിരെയുള്ള പോരാട്ടമാണ്. അത് നമ്മൾ വിജയിക്കും. കേരളത്തെ തൂത്തെറിയുന്നത് വരെ നമ്മുടെ പ്രവർത്തനം ശക്തമായി മുന്നോട്ട് പോകും. പോലീസുകാർക്ക് നൽകുന്ന ഒരു ധൈര്യം എന്താണ് താങ്കൾ? ധൈര്യം അവർക്ക് നമ്മളെ പൂർണ്ണ പിന്തുണ കൊടുക്കല്ലേ. കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. ഇതിനെതിരെ പ്രതികരിക്കണം, പ്രതിഷേധിക്കണം. മയക്കുമരുന്ന് മാഫിയക്കെതിരെ പോരാടണം. നമ്മുടെ കുട്ടികളെയും വരും തലമുറയെയും നമുക്ക് രക്ഷിക്കണം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ന്യൂസ് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക. അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമുക്ക് കരുതലോടെ മുന്നോട്ട് പോകാം. നന്ദി.